റിപ്പോർട്ടറിന്റെ ഈ വാർത്താ പരമ്പര മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. മന്ത്രി ഇത് കണ്ടു എന്നാണ് പറഞ്ഞത്. ഏറെ സന്തോഷകരമായ കാര്യം, ഇന്നലെ മന്ത്രി എന്നെ നേരിട്ട് വിളിച്ചിരുന്നു. മന്ത്രി വിളിച്ച് ഇതിൽ ചില ഭാഗങ്ങളെല്ലാം നേരിട്ട് കണ്ടു. ബാക്കി ഭാഗങ്ങൾ കൂടി ഇന്നും ഇന്നലെയുമായിരുന്നു പൂർണ്ണമായും കാണും. കണ്ടു കഴിഞ്ഞതിന് ശേഷം ഓരോ പ്രശ്നങ്ങളും എഴുതിയെടുത്ത് അതിനുള്ള പരിഹാരവുമായി നാളെ നമുക്ക് മുന്നിൽ ഈ പ്രഭാത പരിപാടിയിൽ മിനിസ്റ്റർ ചേരും എന്നാണ് മിനിസ്റ്റർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പലതിനും ഉത്തരമുണ്ട്. പല കാര്യങ്ങൾക്കും ഇടംകൊല്ലാൻ വേണ്ടിയിട്ട് ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം ഇന്നലെ മിനിസ്റ്റർ സൂചിപ്പിക്കുക ചെയ്തു. മിനിസ്റ്റർക്ക് എന്തായാലും ഇതിൽ താല്പര്യമുണ്ട്. ആ താല്പര്യം മിനിസ്റ്റർ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തു. ഒരു തരത്തിലും ഈ KSRTCയെ അനാധീനപ്പെട്ട് പോകാൻ അനുവദിക്കില്ല. കണ്ണായ സ്ഥലത്ത് കിടക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ്. 64% ഒഴിഞ്ഞു കിടക്കുന്നൊരവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കെടുകാര്യസ്ഥതയല്ലാതെ എന്താണ്? 2 മാസത്തിനുള്ളിൽ ഈ 64% കെട്ടിടങ്ങളും വാടകയ്ക്ക് കൊടുത്ത് KSRTCക്ക് വരുമാനം ഉറപ്പാക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. റിപ്പോർട്ട് മുന്നോട്ട് വെച്ച വാർത്തയോട് വളരെ നന്നായ രീതിയിലാണ് മിനിസ്റ്റർ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. നാളെ മിനിസ്റ്റർ നമ്മളോടൊപ്പം നമ്മൾ അവതരിപ്പിച്ച വിഷയങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്തുകൊണ്ട് മിനിസ്റ്റർ അതിനുള്ള മറുപടിയുമായിട്ട് എത്തുകയും ചെയ്യും.